നമ്മൾ മഹാനെന്ന് പറയപ്പെടുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ചർച്ചയിലാണ്. നമുക്കിത് നേരെ വണ്ടി എങ്ങോട്ടേക്ക് പോവാ? ബോംബെയിലേക്ക് പോവാം. എനിക്കറിയാലോ. വണ്ടി നേരെ നേത്രാവതി കുർളലി നമുക്ക് ബോംബെയിലേക്ക് ബോംബെയിലെത്തി. അതെ, ബോംബെയിലെത്തിച്ച് നമ്മൾ ആക്കി കച്ചവടക്കാരന്റെ 3ാമത്തെ ഫ്ലോറിൽ കയറി. അല്ല, അതിന് വേറെ കാര്യമുണ്ട്. ഒരാള് ആടിനെ പോറ്റി എന്നുള്ളത് കൊണ്ടോ കച്ചവടം ചെയ്തു എന്നുള്ളത് കൊണ്ട് അയാൾ വരിയായി കൂടാനില്ല. കാരണം റസൂലിന്റെ നബിയായത് തന്നെ ഇല്ലാ വഖദ് റാഇൽ ഗനം, ഗനമിനെ മേക്കാത്ത ഒരു നബിയും ഉണ്ടായിട്ടേ ഇല്ല എന്നാണ്. ഉണ്ടായിട്ടില്ല, അതിലൊന്നും ഒരു തർക്കമില്ല. ഞാനിപ്പോ പറഞ്ഞത് അദ്ദേഹത്തെ പറ്റി അദ്ദേഹം ഒരു വലിയ അല്ല എന്ന് സ്ഥാപിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാഥമികമായി തന്നെ കണ്ടു. എന്താ കണ്ടത് അതിന് പറയും. അയാൾ വലിയല്ല എന്നല്ലോ ഞാൻ കണ്ടിട്ടില്ല. സത്യം പറയാലോ, ഞാൻ കണ്ടിട്ടില്ല. വേണ്ട, നിങ്ങൾ കണ്ടിട്ടില്ല. അദ്ദേഹം അന്യപെണ്ണ് അദ്ദേഹത്തെ ചുംബിക്കുകയും അന്യപെണ്ണിനെ അദ്ദേഹം സ്പർശിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ട് 3 പേരും കണ്ടതാണ്. എങ്ങനെ കണ്ടു? കണ്ടുകൊണ്ട് പറഞ്ഞപ്പോ എങ്ങനെ കണ്ടു? അല്ല, ഞാൻ ചോദിക്കട്ടെ, അന്യപെണ്ണ് അദ്ദേഹത്തെ സ്പർശിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ കണ്ണ് കൊണ്ട് കണ്ടു എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ നഗ്ന നേത്രം ഐസ്. ഇതിന് മറ്റുള്ള 2 പേരും സാക്ഷിയാ? അതെ, ഈ പറയുന്ന തസീരിയും ബഷീർ ബക്കറിയും സാക്ഷിയാണ്. അത് ഞാൻ നെഞ്ഞുറപ്പോടെ ഇപ്പം പറയാം. അല്ല, ഞങ്ങൾ കണ്ട കാര്യം. ശരി, ഞാൻ ചോദിക്കട്ടെ, ഈ ചുംബിച്ചു എന്നുള്ളതിന് അവര് സാക്ഷിയാണെന്ന് അവരെ കൊണ്ട് നിങ്ങൾക്ക് പറയിപ്പിക്കാൻ പറ്റുമോ? പറയിപ്പിക്കലല്ല, അവര് പറയും. അവര് സാക്ഷിയാണ്. അവര് പറയില്ല. അന്യപെണ്ണ് അയാളെ ചുംബിച്ചു എന്നേ പറഞ്ഞേ. ശരിക്കും കേട്ടോ, പാചകം പറഞ്ഞ അന്യപെണ്ണ് അദ്ദേഹത്തെ ആയിക്കോട്ടെ. അങ്ങനെ തന്നെ അന്യപെണ്ണ് അയാളെ ചുംബിച്ചു എന്നുള്ളത് അസൂരി പറയോ? അസൂരി പറയും. പറയില്ല. എന്നാ ഞാനിപ്പം വിളിച്ചുതരാം. വിളിച്ചോ. ഞാൻ ഓരോന്നോരോന്ന് ക്ലിയർ ആയി തരാം. വിളിച്ചോ. ഒരു മിനിറ്റ്, ഇപ്പൊ ക്ലിയർ ആയി തരാം. ഒരു മിനിറ്റ്. അസ്ഹരി, ഓരോ സംശയങ്ങളൊക്കെ തീർക്കണല്ലേ. അന്യ പെണ്ണ് അദ്ദേഹത്തെ ചുംബിച്ചു എന്നുള്ളത് അത് ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കാൻ പറ്റും. അത് ബിസിയാണ് കാണിക്കുന്നത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞോട്ടെ, നമുക്ക് ഏതായാലും സംസാരം മുമ്പോട്ട് പോകും. ബഷീർ വാഹുവിന്റെ വേണം. അല്ല, ഞാൻ അസൂരിനെ, കാരണം അസൂരി ഞാനൊരു വിഷയം സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു. ഒരു മിനിറ്റ് നമുക്ക് സംസാരിക്കും, ഒരു കുഴപ്പമില്ല. അപ്പം ബഷീർ ബാക്കവി എന്താളും അസീരി എന്താളും എല്ലാം നിങ്ങൾക്ക് തോന്നല്ലേ? എല്ലാന്നുള്ള തോന്നലൊന്നുമില്ല. യാഥാർത്ഥ്യം വരട്ടെ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആയിക്കോട്ടെ, എനിക്കൊക്കെ ചുംബനം മാത്രമേ എനിക്ക് സംശയമുള്ളൂ. സ്പർശം നിങ്ങൾക്ക് ഓക്കെയാ? എന്നിട്ട് ഞാൻ അറിഞ്ഞിടത്തോളം എന്നോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം. അസഹരി അല്ല, അതൊക്കെ സംസാരിച്ചത് എന്നോട് പറഞ്ഞത്. ഒരു മിനിറ്റ് മൂപ്പരോട് പറയാൻ വിട്ടതാണോ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കല് തെറ്റിയതാണോ ഒക്കെ നമുക്ക് ഇപ്പൊ ക്ലിയർ ആക്കി ഞാനിപ്പം പറയാം. ഓക്കെ അത് ഞാൻ പറഞ്ഞ വിളിക്കുന്നു. ഇപ്പൊ തന്നെ തീർക്കാം, കാരണം സംശയങ്ങളൊക്കെ. അസീറിന്റെ സൗണ്ട് കേൾക്കൂല ഇവിടുന്ന്? ഇല്ല, അസീറിങ്ങളുടെ സൗണ്ട് കേൾക്കൂല. പക്ഷെ അത് അതൊന്ന് കോൺഫറൻസ് ഇടാൻ പറ്റില്ലേ? ഇല്ല, കോൺഫറൻസ് ഇടാൻ പറ്റില്ല. ഇത് സ്കൈപ്പിൽ നിങ്ങൾ വിളിക്കാം. ഞാൻ മൂപ്പര നാട്ടിൽ മൊബൈലിൽ വിളിക്കുന്നല്ലേ. പക്ഷെ ഓക്കെ. പക്ഷെ കോൺഫറൻസിലാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാന്നറിയോ? ഞാൻ കേൾക്കുന്നുണ്ട്, മൂപ്പര് എന്തായാലും പറയണം കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറയും. പിന്നെ ഞാനും പയ്യോളി ഉസ്താദ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പയ്യോളി നമ്മള് അല്ല, ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നില്ല. അല്ല, പയ്യോളി ഉസ്താദ് ഇപ്പൊ സ്കൈപ്പിലുണ്ട്. നമ്മളിപ്പോ സംസാരിക്കുന്നത് മുമ്പ് കേൾക്കുന്നുണ്ട്. എന്താ ശരി, എന്താണ് പറയുന്നത്? കുറച്ച് അതല്ല, ഞാനിപ്പോ അതായത് ഒരാള് വലിയ ആണോ വലിയ അല്ലേ എന്നുള്ള ചർച്ചയിലേക്ക് പയ്യോളി ഉസ്താദും ഒറ്റ മിനിറ്റ് പയ്യോളി ഉസ്താദ് ഞാനൊന്ന് പറയട്ടെ. ഞാനും പയ്യോളി ഉസ്താദും കൂടി നേരെ ബോംബെയിലേക്ക് പോയി സംസാരം. എന്നിട്ട് ഞാന് അപ്പൊ എന്നോട് ചോദിച്ചു, ഈ ജാലിയവാല മോശക്കാരനാണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്താ തെളിവ് എന്നോട് ഉപദേശിച്ചു. അപ്പൊ ഞാൻ
ഞാൻ പറഞ്ഞു അദ്ദേഹം ശരീഅത്തിന് ശരിക്കും വയോട് സ്ഥാനം കേട്ടോളെ, ശരീഅത്തെ വിരുദ്ധമായി ചെയ്യുന്ന കാര്യങ്ങൾ. അന്യ പെണ്ണ് അദ്ദേഹത്തെ ചുംബിക്കുകയും അന്യ പെണ്ണിനെ അദ്ദേഹം സ്പർശിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ പയ്യോട് ഉസ്താദിനോട് ചോദിച്ചു, നിങ്ങൾ ഒറ്റക്കാണോ കണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഒറ്റക്കല്ല, നസീർ അസ്ഹരിയും ബഷീർ ബാക്കവിയും കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു അത് അവര് ഏത് കണ്ടില്ലാന്ന് കണ്ടോ? ഒന്നാമത്തെ ദിവസം നിങ്ങൾ കണ്ടില്ലേ? ഏത് പറഞ്ഞത്? ഒന്നാമത്തെ ദിവസം നിങ്ങൾ കണ്ടിട്ടില്ല? അയാൾ പിന്നെ തലയിൽ വെച്ച് ഇതാക്കിട്ട് ചുപ്പിക്കുന്നത് അല്ല. ആ റൂമിന്ന് പുറത്തിറങ്ങിയതിന്റെ ശേഷം ഇയാൾ എങ്ങനെ ചുംബിക്കുന്നത് കണ്ടിട്ടില്ല? സുബ്ഹാന ജല്ല ജലാലു. നമ്മൾ ഡിസ്കണക്ട് മതി കഴിഞ്ഞ ജിസാന് അത് ബാത്തിലായി. ഞാനതല്ല പറഞ്ഞത്. അത് പറയില്ല. എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാ. അസേരിക്ക് പറച്ചോനെ പേടിയുണ്ട്. ജിസാൻ അസേരി പറയില്ല. അസേരിക്ക് പറച്ചോനെ പേടിയുണ്ട്. ഞാൻ പറഞ്ഞെന്താണോട് ജിസാൻ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. കാരണം അസേരി അത് കാണുന്നില്ല. കാരണം അസേരി കണ്ടിട്ടില്ല എന്ന് തികച്ചു പറഞ്ഞു. ഇനി ആയില്ല. ഒരു മിനിറ്റ് ഏത് അസേരി ഞാൻ പറഞ്ഞ അസേരി പറയില്ല. കാരണം അസേരി എനിക്കറിയില്ലേ. ഞാൻ ഈ വിഷയം അസേരിയോട് സംസാരിച്ചതാണ്. അപ്പൊ അന്യ പെണ്ണിനെ സ്പർശിക്കുന്നത് നിങ്ങൾ കണ്ടേയില്ല ഇയാള്? ഓക്കെ, ഡിസ്കണക്ട് ചെയ്യോ? അല്ല, കണ്ടതായിട്ട് മൂപ്പര് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞേ. ഓർക്കണില്ല എന്ന് പറഞ്ഞാൽ മൂപ്പര് കണ്ടിട്ടുണ്ട്. മൂപ്പര് ഓർക്കും. എന്തായാലും നോട്ട് ചെയ്യുന്ന പോകണ്ടല്ലേ? ഒരു മനുഷ്യൻ വലിയാതെ പ്രചരിപ്പിക്കുന്ന ഒരു മനുഷ്യൻ അന്യ പെണ്ണിനെ ചുംബിക്കുകയും, ഞാൻ പറഞ്ഞില്ല വഖദ് യുഖയ്യല അലൈക്കും ശൈത്താൻ, പിശാച് നിങ്ങൾ അങ്ങനെ തോന്നിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടേയില്ല. കാരണം നിങ്ങൾ 3 പേര് നിൽക്കുന്ന സദസ്സിൽ നിങ്ങൾ മാത്രം അത് കാണുന്നു, ഇദ്ദേഹം അത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കോ, ഫഖദ് യുഖയ്യല അലൈക ശൈത്താൻ, പിശാച് നിങ്ങൾ അത് തോന്നിപ്പിച്ചു എന്നുള്ളൊരു വ്യക്തമായ രേഖ ഒന്ന്. ശരി, എന്നെ തോന്നിച്ചല്ലേ? അല്ലാതെ പിന്നെ എന്തുകൊണ്ട് അസേരി കണ്ടില്ല? ജിഷാനെ അത് പോയി. ജിഷാനെ അത് പാടകം പാടി. ഞാൻ പറഞ്ഞില്ലേ കാണാത്തോണ്ടൊരു കാര്യം ഞാൻ കണ്ടില്ലാണ്ടാവോ? ജിഷാന് 2 പേര് ഒന്നിച്ച് നിൽക്കുന്ന സദസ്സില് നിങ്ങളെന്ന വ്യക്തി കാണുന്നു. നിൽക്കുന്ന സദസ്സില് നിങ്ങളെന്ന വ്യക്തി കാണുന്നു. ഇവിടെ ജിഷാൻ കട്ട് ചെയ്ത് പോയതാട്ടോ. ജിഷാൻ കട്ട് ചെയ്ത് പോയതാ. ഇപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ സംഭവം? ഞാൻ അപ്പോഴോട് പറഞ്ഞു ചിലപ്പോ ജിഷാൻ കണ്ടിട്ടുണ്ടാവാം. ജിഷാൻ പറയുന്നത് ഒരു പക്ഷേ അവന്റെ സത്യത്തിൽ ഇതൊന്നുമില്ല എന്നുള്ളതാണ്. ഞാൻ അവനെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞതാണിത്. ജിഷാനെ നീ കണ്ടിട്ടുണ്ടാവാം, നീ കണ്ടിട്ടുണ്ടാവാം. കാരണം ഓനെ വെറുപ്പിച്ചെങ്ങാണ്ട് നമുക്ക് നന്നായി വരുന്നു വേണ്ടത്. അതിനുവേണ്ടി നീ കണ്ടിട്ടുണ്ടാവാം. സത്യത്തിൽ ജിഷാൻ പറഞ്ഞത് പച്ച നുണയാണ്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. മറ്റുള്ളവർ കണ്ടിട്ടേയില്ല. നസീർ അസ്ഹരി അവിടെ ഉണ്ട്. ഒരു പെണ്ണ് ഈ ജാവിയാവാലിനെ ഉമ്മ വെക്കുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ മുമ്പിലാണെങ്കിൽ എന്തായാലും ഇദ്ദേഹം അത് കാണൂലേ? കാണൂലെന്ന് മാത്രമല്ല, കണ്ടാൽ തന്നെ മറക്കുവോ? കണ്ടാൽ അത് മറക്കുവോ? ജീഷാൻ പറയാന് ഞങ്ങൾ കണ്ടു, ജീഷാനെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ച് അത് നസീർ അസ്ഹരി പാച്ചയ്ക്ക് പറഞ്ഞു, ഇല്ല ജിഷാനെ ഞാനത് കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ജിഷാൻ എന്താ ഉസ്താദേ ഇങ്ങനെ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടതായിട്ട് ഒരു ഓർമ്മയില്ല ജിഷാനെ. ഇനി എന്നെ ഇങ്ങനെ പെടുത്തല്ലേ, ഞാൻ കണ്ടിട്ടില്ല. കാണാത്ത എങ്ങനെയാ ഞാൻ പറയാൻ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ രൂപത്തിൽ പച്ച നുണയാണ് ഈ വ്യക്തി പറയുന്നത്. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇതിപ്പോ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല? പച്ചക്കല്ലേ ഇയാൾ നുണ പറഞ്ഞ്. ഇനി എത്ര ഉണ്ട് ജിഷാനെ? ഇനി എത്ര ഉണ്ട്? ഇനി എന്ത്